بسم الله الرحمن الرحيم لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد خلقنا الإنسان في أحسن تقويم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങളവറുകളടക്കമുള്ള സാദാത്തുക്കൾ, അധ്യക്ഷരടക്കമുള്ള പണ്ഡിതന്മാർ, ബഹ്റൈൻ കേരള സുന്നി ജമാഅത്തിൻ്റെ നേതാക്കൾ, പ്രവർത്തകർ, ഈ പരിപാടിയിൽ നമ്മുടെ അതിഥികളായി ആശംസ പറയാനും ഭാഗവാക്കാകാനും വീക്ഷിക്കാനും ശ്രവിക്കാനുമൊക്കെ എത്തിച്ചേർന്ന മാന്യ വ്യക്തികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാമെല്ലാം അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഔന്നത്യമുള്ള സൃഷ്ടികളായ മനുഷ്യരാണ്. മനുഷ്യൻ മാനവികത കാത്തുസൂക്ഷിച്ച് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യൻ ആയിത്തീരുന്നത്. മാനവികതയെ ഉണർത്തുന്നു എന്ന പ്രമേയവുമായി മാനവ സമൂഹത്തിന് ജാതി, മത, വർഗ, വർണ്ണ, ദേശ, ഭാഷ, രാഷ്ട്രീയ വ്യത്യാസമന്യേ ആയിരക്കണക്കിന് സേവനങ്ങൾ ചെയ്ത ഇന്ത്യയിൽ നിന്നും ലോകത്ത് ഏത് രാഷ്ട്രങ്ങളിൽ മതപണ്ഡിതന്മാർ സമ്മേളിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന വേദികൾ വരുമ്പോൾ
എല്ലാം ക്ഷണിക്കപ്പെടുന്ന അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ എന്നെപ്പോലുള്ള പതിനായിരങ്ങളുടെ വന്യഗുരുവായ ശൈഖുന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകൾ നടത്തുന്ന കേരള യാത്ര, അതിൻ്റെ ബഹ്റൈൻ തല പ്രഖ്യാപന സമ്മേളനം മഹാനായ തങ്ങളവറുകളുടെ ദുആയോടുകൂടി ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായി പ്രഖ്യാപിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന് ഉപകരിക്കുന്ന ഇന്ത്യ രാജ്യത്തിനും ഈ മംലക്കത്തുൽ ബഹ്റൈൻ അടക്കമുള്ള ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുന്ന സർവരാഷ്ട്രങ്ങളിലും ജീവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപകാരപ്രദവും അനുസ്മരണീയവും സ്തുത്യർഹവുമായ നല്ല നല്ല ആശയങ്ങളും വാക്കുകളും ഉത്ബോധനങ്ങളും കൊണ്ട് കേരളയാത്ര ധന്യമാകട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോകത്ത് ഉറുമ്പുകൾ മുതൽ ആനകൾ വരെ, പരലുകൾ മുതൽ തിമിംഗലങ്ങൾ വരെ, സസ്യങ്ങൾ മുതൽ മത്സ്യങ്ങൾ വരെ, മനുഷ്യർ മുതൽ മലക്കുകൾ വരെ, ജന്തുക്കളും ഇഴജന്തുക്കളും അങ്ങനെ തുടങ്ങി എത്രയോ സൃഷ്ടികൾ നാം കാണുന്നു. ആ സൃഷ്ടികൾക്കൊന്നും ഇല്ലാത്ത ഏറ്റവും വലിയ മഹത്വം, മറ്റ് സൃഷ്ടികൾ കാണാത്ത ഒരുപാട് മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ജീവിയാണ് മനുഷ്യൻ. അതിൻ്റെ മതപരമായ ആശയങ്ങളിലേക്ക് ഇപ്പോൾ കടന്ന് സംസാരിക്കുന്നില്ല. ഇവിടെ വന്നപ്പോൾ പലരും പല വിഷയങ്ങളെ സംബന്ധിച്ചും മതപരമായ നിയമങ്ങളും ഉത്ബോധനങ്ങളും പ്രസംഗങ്ങളും നടത്താൻ സൂചിപ്പിച്ചവരുണ്ട്. മാനവികതയെ ഉണർത്തുന്നു എന്ന പ്രമേയവുമായി ബന്ധപ്പെട്ട് അല്പകാര്യങ്ങൾ മാത്രം ഇപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. സുഹൃത്തുക്കളെ, സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ ബഹ്റൈൻ കേരള സുന്നി ജമാഅത്തിന്റെ സജീവ പ്രവർത്തകനായ എൻ്റെ കുട്ടിക്കാലത്തെയുള്ള സുഹൃത്തും ഞങ്ങളുടെ താലൂക്കുകാരനും കൂടിയായ MC കരീം സാഹിബ്, അദ്ദേഹം ചില ഭാഗങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. വളരെ വളരെ ലജ്ജിച്ച് തലതാഴ്ത്തുന്ന വിധം, മനുഷ്യ സമൂഹത്തിന് നാണക്കേടാകുന്ന വിധം, മൃഗങ്ങൾക്ക് പോലും ഒരു പ്രസംഗത്തിന് സൗകര്യമുണ്ടെങ്കിൽ മൃഗങ്ങൾ നമ്മളുടെ മുഖത്ത് നോക്കി ചോദ്യം ചെയ്യുന്ന വിധം മാനവികത പല സ്ഥലങ്ങളിലും തകർന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ഉദാഹരണം ഈ അടുത്ത് നിങ്ങൾ വായിച്ചു, പത്രങ്ങളിൽ വായിച്ചു. ഒരു വ്യക്തി ഒരു മൃഗത്തെ ബലാത്സംഗം ചെയ്തു. ആ മൃഗം ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യും. മൃഗത്തിന് പ്രസംഗിക്കാനും എഴുതാനുമൊക്കെ കഴിവുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഒരൊറ്റ ചാനലും മൃഗങ്ങളില്ലാത്ത ചാനലുണ്ടാവുകയില്ലായിരുന്നു. കാരണം മൃഗത്തെ നാണിപ്പിക്കുന്ന വിധം ഇവിടെ മാനവികത
തകർന്നുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് ഞാനൊരു പത്രം വായിച്ചു. സ്വന്തം ഭാര്യയെയും 2 പെൺകുട്ടികൾ 2 മക്കളെയും അച്ഛൻ വെട്ടിക്കൊന്നു കളഞ്ഞിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം തൂങ്ങി മരിക്കുകയും ചെയ്തിരിക്കും. 4 ആളുടെയും ചിത്രം പത്രത്തിന്റെ മുൻഭാഗത്തെ പേജിൽ കാണുകയാണ്. വാസ്തവത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഒരു ട്രെയിനിലെ TTRയുടെ സംഭവം. എന്നാൽ TTR ഒരു അന്യനല്ല. അതേസമയത്ത് സ്വന്തം ബാപ്പ അല്ലെങ്കിൽ അച്ഛൻ സ്വന്തം ഭാര്യയെ, മക്കളെ കൊന്നുകളഞ്ഞു. നിങ്ങൾ ആലോചിക്കുക, ഒരു വിവാഹം നടത്തപ്പെടുന്നതോടുകൂടി ഒരു സ്ത്രീയുടെ മനസ്സിന് വലിയൊരു ധൈര്യമാണ്. എന്നെ സംരക്ഷിക്കാൻ എൻ്റെ ഭർത്താവുണ്ട് എന്ന ധൈര്യമാണ്. പരിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് എപ്പോഴും സംരക്ഷണത്തിന് ആൾ വേണം എന്ന അടിസ്ഥാനപരമായ തത്വം പൂർണ്ണമായി ഉൾക്കൊണ്ട് നിയമം ആവിഷ്കരിച്ച പ്രസ്ഥാനമാണ് ഇസ്ലാം. വിവാഹം നടക്കുന്നത് വരെ പിതാവിൻ്റെയും രക്ഷിതാക്കളുടെയും, വിവാഹത്തിന് ശേഷം ഭർത്താവിൻ്റെയും, ആ ഭർത്താവ് ഏകദേശം സാധാരണ നിലക്ക് മരണപ്പെടുന്ന സമയമാകുമ്പോൾ ആൺമക്കളുടെയും ഒക്കെ സംരക്ഷണത്തിലാണ് സാധാരണ നിലക്കൊരു സ്ത്രീ സുരക്ഷിതമായി ജീവിക്കുക. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ സ്വന്തം ഭർത്താവ് ഭാര്യയെ ദാരുണമായ വിധം വെട്ടിക്കൊന്നു കളയുന്നു. 2 പെൺകുട്ടികൾ, അവർ ഡിഗ്രിക്കും PGക്കുമൊക്കെ പഠിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. ആ പെൺകുട്ടികൾ അവരുടെ സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നത് പിതാവിൻ്റെ സംരക്ഷണമാണ്. ആ പിതാവ് തന്നെ 2 പെൺകുട്ടികളെയും വെട്ടിക്കൊന്നുകളയുന്നു. എന്നിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്ത് മരണപ്പെടുന്നു. പത്രത്തിൻ്റെ 1-ാമത്തെ പേജിൽ തന്നെ ഞാൻ ആ പത്രം വായിച്ചത് തിരുവനന്തപുരത്ത് വെച്ചാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ മാനവികതയിൽ നിന്ന് അകന്ന് മൃഗീയതയുടെയും അതിർ വരമ്പുകൾ വിട്ടുകിടന്ന് പരിശുദ്ധ ഖുർആൻ ചിന്തിക്കാത്ത, കേൾക്കേണ്ടത് കേൾക്കാത്ത, കാണേണ്ടത് കാണാത്ത മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ച് ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ, അത്തരം മനുഷ്യന്മാർ മൃഗതുല്യരായിപ്പോയി. ബൽഹും അവൽ, അല്ല മൃഗങ്ങളെക്കാൾ പിഴച്ചുപോയി എന്ന് ഖുർആൻ പറഞ്ഞ സാഹചര്യത്തിലേക്ക് മനുഷ്യ സമൂഹം അധപ്പതിച്ചു പോകുന്നത് നാം വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വയനാട്ടിലേക്ക് പോകുന്ന ചുരത്തിൽ ഒരു കുരങ്ങ് വാഹനാപകടത്തിൽപ്പെട്ടുപോയി. ആ വാഹനാപകടത്തിൽപ്പെട്ടുപോയ കുരങ്ങിനെ സംരക്ഷിക്കാൻ കാട്ടിലുള്ള കുരങ്ങുകളെല്ലാം ഇറങ്ങി വന്ന് അവിടെ റോട്ടിൻ്റെ മേലെ കുത്തിയിരിപ്പ് നടത്തി വാഹനങ്ങൾ തടഞ്ഞു വെക്കുന്നു. എന്നിട്ട് മറ്റു ചില കുരങ്ങുകൾ ഈ അപകടം പറ്റിയ കുരങ്ങിനെ എടുത്ത് കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അതുവരെ വാഹനം കുരങ്ങുകൾ ബന്ധാക്കി വെക്കുന്നു. ഇത് പത്രത്തിൽ നാം വായിക്കുന്നു. അതേസമയം അപകടം പറ്റിയ മനുഷ്യൻ റോട്ടിൻ്റെ മേലെ നിന്ന് പെടയുമ്പോൾ ക്യാമറയുമായി പോയി അത് പകർത്തിയെടുക്കുകയാണ് മനുഷ്യൻ. ഈ ജീവൻ കൊണ്ട് പെടയുന്ന മനുഷ്യനെ ആശുപത്രിയിലെത്തിക്കുകയാണ് എൻ്റെ ബാധ്യത എന്ന ബോധമില്ലാതെ അത് ക്യാമറയിൽ പകർത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ക്യാമറക്കാരൻ മനുഷ്യൻ. അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്, അനുഭവങ്ങളാണ് പറയുന്നത്. നാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ. ഒരു സ്കൂളിൽ നിന്ന് അധ്യാപകൻ ചെറിയ പിഞ്ചുമക്കൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകനെ യാതൊരു മടിയും കൂടാതെ ക്ലാസ്സിലേക്ക് ഇരച്ചു കയറി ഈ പിഞ്ചുമക്കളുടെ മുന്നിൽ വെച്ച് വെട്ടി നുറുക്കുന്നതിന് യാതൊരു വിഷമവും മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നുന്നില്ല. ഭാര്യയും മക്കളുമായി, അതുപോലെ
കുടുംബവുമായി യാത്ര ചെയ്യുന്നവനെ വെട്ടിനുറുക്കുമ്പോൾ ഒരു പ്രയാസവും വെട്ടുന്നവന് തോന്നുന്നില്ല. എന്തിനധികം പറയണം, മനുഷ്യർ തിങ്ങിക്കൂടുന്ന റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും അതുപോലെ എയർപോർട്ടിലും അത്തരം സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വലിയ സ്ഫോടനങ്ങളുണ്ടാക്കി നിരപരാധികളായ മനുഷ്യർ പൊട്ടിത്തെറിക്കുമ്പോൾ അതിൽ സന്തോഷവും ആനന്ദവും തോന്നി. പിറ്റേ ദിവസം പത്രത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് സധൈര്യം പറയാൻ സംഘടനകൾ പ്രവർത്തിക്കുന്ന കാലം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എങ്ങനെയാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക? ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധി ഇവരുണ്ടാക്കിയ സ്ഫോടന നിമിത്തം പൊട്ടിത്തെറിക്കുമ്പോൾ വീട്ടിൽ പാവപ്പെട്ട പ്രായം ചെന്ന അച്ഛനും അമ്മയും ബാപ്പയും ഉമ്മയും ചെറിയ മുല കുടിക്കുന്ന ചെറിയ മക്കളും അതുപോലെ തന്നെ യുവതിയായ ഭാര്യയും അവരെല്ലാം മനസ്സ് പൊട്ടുന്നു. അവരുടെ ഭാവിയെക്കുറിച്ച് ഓർമ്മിച്ച് കണ്ണീരൊഴിക്കുന്നു. സർവ മനസ്സാക്ഷിയുള്ള ജനങ്ങളുടെയും മനസ്സാക്ഷി ഞെട്ടുന്നു. സർക്കാരുകൾ ഗത്യന്തരമില്ലാതെ എന്തു ചെയ്യണമെന്ന് ആലോചിക്കുന്നു. ആ സമയത്ത് സധൈര്യം ചില സംഘടനകൾ പത്രത്തിൽ കൊടുക്കുന്നു, അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. എന്തുത്തരവാദിത്വമാണ് അവൻ ഏറ്റെടുത്തത്? ഈ പാവപ്പെട്ട പിഞ്ചുമക്കളെ അനാഥരാക്കിയതിൻ്റെ ഉത്തരവാദിത്വം എങ്ങനെ ഏറ്റെടുക്കാൻ കഴിയും? ഈ പാവപ്പെട്ട സ്ത്രീ വിധവയാക്കിയതിൻ്റെ ഉത്തരവാദിത്വം ഇവൻ എങ്ങനെ ഏറ്റെടുക്കാൻ കഴിയും? ഈ പ്രായം ചെന്ന മാതാപിതാക്കളെ അവരുടെ ഭാവി ജീവിതത്തിൽ എനിക്കാര് മരുന്ന് വാങ്ങിത്തരും, എന്നെ ആരാശുപത്രിയിൽ കൊണ്ടുപോകും, ഞാൻ വേദനിക്കുമ്പോൾ എന്നെ ആര് എൻ്റെ കണ്ണീരൊപ്പും എന്ന് ചിന്തിക്കുന്ന ഈ പ്രായം ചെന്ന മാതാപിതാക്കളുടെ വിഷയം ഏത് സംഘടനക്കാരനാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്? പക്ഷേ മനുഷ്യൻ മാനവികത തകർന്നപ്പോൾ യാതൊരു മടിയുമില്ലാതെ അഭിമാനത്തോടെ ഞങ്ങളുടെ സംഘടന അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് വ്യക്തമായ പ്രഖ്യാപനം നടത്തുന്നത്. മനഃപൂർവ്വമല്ലേ ഇത്തരം കാര്യങ്ങൾ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ വിഷയങ്ങളുണ്ടോ പറഞ്ഞാൽ തീരുന്നു. മാനവികത മനുഷ്യഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്നു. ശത്രുവിനെ എങ്ങനെയും നേരിടാം, എങ്ങനെയും ഒറ്റപ്പെടുത്താം, എന്തും ചെയ്യാം. പോരാ, ശത്രുവാകണമെന്നില്ല. ശത്രുവിൻ്റെ മനസ്സ് വേദനിപ്പിക്കാൻ ഒരു ശത്രുതയുമില്ലാത്ത നിരപരാധികളെ വരെ വെറുതെ കശാപ്പ് ചെയ്യാം എന്നതല്ലേ ഇപ്പോഴത്തെ സാഹചര്യം? ലോകം മുഴുക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ ഇതല്ലേ നമുക്ക് കാണിച്ചു തരുന്ന ഇന്നിൻ്റെ പാഠം? ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഏത് രംഗത്താണ് മാനവികത ഉയർന്നു കാണുന്നത്? ഞാൻ വേദനയോടെ പറയട്ടെ, കുറ്റ്യാടി സിറാജുൽ ഹുദ അതൊരു വലിയ സംരംഭമാണ്. 8,000-ഓളം കുട്ടികൾ ആ സ്ഥാപനത്തിൽ പഠിക്കുന്നു. അത് പറയാനല്ല ഞാനിത് പറയുന്നത്, പക്ഷേ ഒരു വിഷയം പറയാൻ വേണ്ടി പറയാം. 8,000-ഓളം കുട്ടികൾ ആ സ്ഥാപനത്തിൽ പഠിക്കുന്നു. 3 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ കഴിഞ്ഞ വർഷം SSLC പരീക്ഷ എഴുതിയപ്പോൾ കുറ്റ്യാടിയിലും നാദാപുരത്തും പാറക്കടവിലും 3 സ്കൂളിലെ SSLC എഴുതാനുള്ള കുട്ടികളായിട്ടുള്ളൂ. 3 സ്കൂളുകളിലും പൂർണ്ണമായി ഡിസിഷൻ വാങ്ങി കുട്ടികൾ വിജയിച്ചു. 13 കുട്ടികൾ 100% എല്ലാ വിഷയത്തിലും മാർക്ക് വാങ്ങി വിജയിച്ചു. അവരതേ സമയത്ത് മുസ്ലിം കുട്ടികൾ 10ാം ക്ലാസ് വരെ മദ്രസ പഠനം പഠിച്ച് അവരും ആ രംഗത്തും റാങ്ക് വാങ്ങുന്നു. വളരെ പാവപ്പെട്ട യതീം കുട്ടികൾ, അനാഥ മക്കൾ, മറ്റുള്ള മുതലാളിമാരുടെ മക്കൾ പഠിക്കുന്ന അതേ വേഷത്തിലും അതേ രൂപത്തിലും വാഹനത്തിൽ വന്ന് ഫ്രീ ആയി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 8 സ്കൂളുകളിലും സിറാജുൽ ഹുദയുടെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കീഴിൽ തന്നെ PGക്കും ഡിഗ്രിക്കുമൊക്കെ പഠിക്കുന്ന കുട്ടികൾ മതവിരുദ്ധം ഒരേ സമയത്തെടുക്കുന്നു. പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതോടുകൂടി 7ാം ക്ലാസ് മുതൽ +2 വരെ അവർ പഠിക്കുന്നു. അങ്ങനെ പഠിക്കുന്ന കുട്ടികൾ ധാരാളം 8,000-ഓളം കുട്ടികളിൽ 1,000-ഓളം കുട്ടികൾ താമസിച്ചു പഠിക്കുന്ന ആ മഹത്തായ സ്ഥാപനത്തിൽ ഒരു ദിവസം ഒരു ടെലിഫോൺ, ഞാൻ പറയാൻ പോകുന്നത് ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാനാണ്. ഒരു ദിവസം ഒരു ടെലിഫോൺ, ആ ഫോണിൽ വിളിച്ചു ചോദിക്കുന്നത് എന്താണ്? നല്ല
നല്ല ബിരിയാണി വെച്ചതുണ്ട്, നല്ല ഭക്ഷണമാണ്, ആരും തൊട്ടിട്ടില്ല. അവിടെ താമസിച്ചു പഠിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണത്തിന് വേണ്ടി അതെത്തിച്ചു തരട്ടെ എന്നാണ് വിളിച്ചു ചോദിക്കുന്നത്. സ്വാഭാവികമായും ഒരു ദിവസത്തെ ദൈനംദിന ചിലവിന് സിറാജുൽ ഹുദക്ക് 1,00,000 ഉറുപ്പികയോളം ഒരു ദിവസം ചെലവിന് വേണം. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം, നല്ല ശുദ്ധമായ ബിരിയാണി പാവപ്പെട്ട കുട്ടികൾക്ക് ലഭ്യമാകുന്നുവെങ്കിൽ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയല്ലേ വേണ്ടത്. ഓഫീസിൽ നിന്ന് വിശ്വസ്തരായ ആളുകളാണ് വിളിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി സമ്മതം കൊടുത്തു. കൊണ്ടുവന്ന് കുട്ടികൾ ഭക്ഷണം കഴിച്ചു. പക്ഷേ ആ ഭക്ഷണം കൊണ്ടുവന്നതിൻ്റെ വഴി അറിഞ്ഞപ്പോൾ മനസ്സ് പൊട്ടിപ്പോയി. ആ ഭക്ഷണം കൊണ്ടുവന്നത് അങ്ങകലെ തിരുവനന്തപുരത്ത് നിന്നല്ല, അല്ലെങ്കിൽ കാസർഗോഡ് നിന്നല്ല. നമ്മുടെ സിറാജുൽ ഹുദയുടെ കേന്ദ്ര സ്ഥാപനം, സിറാജുൽ ഹുദ ജില്ലക്കപ്പുറത്തും സ്ഥാപനങ്ങളുണ്ടെങ്കിലും കേരളത്തിന് പുറത്തും കേരളത്തിനും എല്ലാ ജില്ലകളിൽ നിന്നും കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കേന്ദ്ര സ്ഥാപനം കുറ്റ്യാടിയിൽ കോഴിക്കോട് ജില്ലയിലാണ്, വടകര താലൂക്കിലാണ്. അതേ വടകര താലൂക്കിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം കൊണ്ടുവന്നത്. പക്ഷേ ഈ ഭക്ഷണം കൊണ്ടുവന്നത് അറിഞ്ഞപ്പോൾ മനസ്സ് വേദനിച്ച് പൊട്ടിപ്പോയി. കാരണം ആ ഭക്ഷണം അവിടെ എത്താനുണ്ടായ നിമിത്തം കല്യാണം നടന്നുകൊണ്ടിരിക്കുന്നൊരു വീട്. കല്യാണത്തിൻ്റെ എല്ലാ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ച് കല്യാണത്തിന് ക്ഷണിക്കലും കത്തടിക്കലും പന്തലിടലും എല്ലാ സംരംഭങ്ങളും ഒരുക്കിയതിന് ശേഷം കല്യാണം നടത്താൻ വേണ്ടി എല്ലാവരെയും ക്ഷണിച്ചതിൻ്റെ പേരിൽ കല്യാണത്തിന് വന്ന ആളുകളൊക്കെ വന്നെത്തിയതിന് ശേഷം ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കല്യാണം നടത്തപ്പെടുന്ന, വിവാഹം നടത്തപ്പെടുന്ന പെൺകുട്ടിയെ കാണുന്നില്ല. ആ പെൺകുട്ടി അടുത്ത സമയത്തിനുള്ളിൽ വരനുമായി വിവാഹബന്ധം നടന്ന് സുഖസുന്ദരമായ ജീവിതം കണ്ട് സന്തോഷിക്കാൻ ഉദ്ദേശിച്ച മാതാപിതാക്കളെയും കുടുംബങ്ങളെയും അയൽവാസികളെയും നാട്ടുകാരെയും എല്ലാം ദുഃഖത്തിലാഴ്ത്തി ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഏതോ ഒരു സഹോദരന്റെ കൂടെ പോകാൻ വീട്ടിൽ നിന്നിറങ്ങിപ്പോയിരിക്കുകയാണ്. പെൺകുട്ടിയെ കാണുന്നില്ല. അപ്പോൾ കല്യാണം പിരിച്ചുവിടുകയാണ്. ഇനി ഈ ഭക്ഷണം എന്തു ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോൾ നഷ്ടപ്പെടുത്തരുതെന്ന നിലക്ക് നല്ല ചിന്തയുള്ള ആ വീട്ടുകാർ, അല്ലാഹു ആ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം ഖൈറും ബർക്കത്തും നൽകട്ടെ. ആ പെൺകുട്ടി അടക്കമുള്ള മുഴുവൻ വഴിതെറ്റിപ്പോയ പെൺകുട്ടികൾക്കും അല്ലാഹു നല്ല മനസ്സ് കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, അവരെല്ലാം കണ്ണീരിലാഴ്ത്തി ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയിരിക്കുന്നു. വീട്ടിൽ വെച്ച ഭക്ഷണം അവർ അടുത്ത സ്ഥാപനത്തിലുള്ള അന്തേവാസികളായ കുട്ടികൾക്ക് അവർ കൊടുത്തയക്കുകയാണ്. എത്ര മാനസികമായി എത്ര വിഷമമുള്ള ഒരു സാഹചര്യം. ഞാൻ പറയട്ടെ, പറയുമ്പോൾ വിഷമം തോന്നരുത്. എൻ്റെ സദസ്സിൽ എല്ലാ മതക്കാരും ഉണ്ടാകാം. ഞാൻ ഈ സംഭവം തിരുവനന്തപുരത്ത് കേരളയാത്രയുടെ സമാപനം ഏപ്രിൽ 28 തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ അതൊരു ഗംഭീര സംഭവമാകണം എന്ന നിലക്ക് അവിടെ സ്പെഷ്യലായി ഒരു സ്വാഗത സംഘം മീറ്റിംഗ് വിളിച്ചുകൂട്ടി കഴിഞ്ഞ ആഴ്ച ഞാനവിടെ പങ്കെടുത്തിരുന്നു. ആ മീറ്റിംഗിൽ വെച്ച് ഞാൻ ഈ സംഭവം പറഞ്ഞിരുന്നു. അന്ന് ആ പരിപാടി കഴിഞ്ഞ് എനിക്ക് കരുനാഗപ്പള്ളിയിൽ പ്രസംഗമാണ്. കരുനാഗപ്പള്ളിയിലേക്ക് വരുമ്പോൾ എൻ്റെ കാറിൽ ഉള്ള ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇതേ സംഭവം ഞങ്ങളെ നാട്ടിലും സംഭവിച്ചു എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം. പക്ഷേ എനിക്ക് വയസ്സ് ഏകദേശം 50 വയസ്സ് ആയി. എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, എൻ്റെ കാര്യം ഞാൻ പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു ഹൈന്ദവരുടെ വീട്ടിൽ, ഒരു ക്രൈസ്തവരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതായി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അത് കേട്ടത് എൻ്റെ പാവപ്പെട്ട സമുദായത്തിലാണ്. ഞാൻ എൻ്റെ വേദന നിങ്ങളോട് പങ്കുവെക്കുകയാണ്. മുസ്ലിങ്ങൾ പ്രത്യേകിച്ചു അവർ ആലോചിക്കുക, മാനവികത ഉണർത്തിയ നേതാവാരാണ്? മാനവികത പഠിപ്പിച്ച നേതാവാരാണ്? മനുഷ്യന് മൂല്യങ്ങൾ പഠിപ്പിച്ച നേതാവാരാണ്? അതിനെല്ലാം ഏറ്റവും ഉപരിയായി അത് പഠിപ്പിച്ച നേതാവ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് ഏത് മനുഷ്യനും കണ്ണു ചിമ്മി പറയാൻ കഴിയും. ആ നേതാവിൻ്റെ അനുയായികൾ, അവരുടെ വീടുകൾ, അവരുടെ കുടുംബങ്ങൾ തന്നെ എത്തിച്ചേർന്നൊരു സംഭവ വികാസമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വരച്ചു കാണിച്ചത്. നമുക്ക് പ്രത്യേകിച്ച് ഞാൻ വേദനയോടെ പറയാം, മുസ്ലിങ്ങൾക്ക് അവർക്ക് ഹരം പരസ്പരം കുറേ വിവാദങ്ങൾ ഉണ്ടാക്കുക, ആ വിവാദങ്ങളിൽ കെട്ടിമറിഞ്ഞ് സംവാദം നടത്തുക, എന്നിട്ടോ പരസ്പരം പരമാവധി നിന്ദിക്കുക, പരസ്പരം പരമാവധി പഴിചാരുക, പരസ്പരം പരമാവധി ആരോപണങ്ങൾ ഉന്നയിക്കുക, പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുക, പരസ്പരം പരമാവധി അകലാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ വേദനയോടെ പറയുന്നു, മുസ്ലിങ്ങൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, മുസ്ലിം പണ്ഡിതന്മാരിൽ തന്നെ പലരും ആ രൂപത്തിൽ ചിന്താപരമായി ഉയരുന്നതിന് പകരം തകരാൻ നിമിത്തമായപ്പോൾ നമ്മുടെ സമൂഹം, നമ്മുടെ സമുദായം എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതിന് പരിഹാരം വേണ്ടി മാനവികത തകരുമ്പോൾ വെറും ഒരു സമുദായത്തിന് മാത്രമല്ലേ അതിൻ്റെ തകരാറ്. ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛൻ 2 കുട്ടികളെയും ഭാര്യയെയും വെട്ടിക്കൊന്നു എന്ന് പറഞ്ഞത് സഹോദര സമുദായത്തിൽപ്പെട്ട ക്രിസ്തു സമുദായത്തിലാണ് സംഭവിച്ചത്. സഹോദരന്മാരെ, അതേ സമയത്ത് വേറൊരുപാട് സംഭവങ്ങൾ എനിക്കറിയാം. സംഖ്യ കടം വാങ്ങി, പലിശക്ക് കടം വാങ്ങി, കടം വാങ്ങിയിട്ടത് അടച്ചു തീർക്കാൻ കഴിഞ്ഞില്ല. അവസാനം വീടടക്കം പണയത്തിലായി. അവസാനം ജീവിക്കാൻ വകുപ്പില്ലെന്ന് വന്നപ്പോൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്ത് മരിച്ചു. അത് സംഭവിച്ചത് എൻ്റെ അറിവിൽ ഹൈന്ദവ സമുദായത്തിലാണ്. എല്ലാ സമുദായത്തിലും മാനവികത തകരുകയും മനുഷ്യരിൽ മൂല്യങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ സമുദായത്തെ ആദ്യം തന്നെ എടുത്തു പറഞ്ഞത് മറ്റൊരു സമുദായത്തിലുമുള്ളവർക്ക് വേദന തോന്നരുത് എന്നതുകൊണ്ടാണ്. എല്ലാ സമുദായത്തിലും മാനവികത തകർന്നുകൊണ്ടിരിക്കുന്നു, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മാനവികതയിലേക്ക് മനുഷ്യനെ ഉണർത്തിക്കൊണ്ടുവരേണ്ടതില്ലേ എന്ന് നമ്മൾ മതചിന്തകളും സംഘടനാ ചിന്തകളും എല്ലാം അവരവർക്കുള്ളതുണ്ടായിരിക്കാം. ഒരിക്കലും തന്നെ ഒരാളുടെ വിശ്വാസം മറ്റൊരാളെ അടിച്ചേൽപ്പിക്കാൻ ആരോടും നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നിർബന്ധിച്ചുകൊണ്ട് ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നൊരു ആശയമേ ഇല്ല. ഇസ്ലാമിന്റെ അടിത്തറ തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്നു എന്നാണ്. മനസ്സിലുറപ്പിക്കലുണ്ടോ? നിർബന്ധിച്ച് ചെയ്യിക്കാൻ സാധിക്കുന്നു? നാവ് കൊണ്ട് ചിലപ്പോൾ നിർബന്ധിച്ച് എന്തും പറയിക്കാൻ സാധിച്ചു, നിർബന്ധിച്ചിട്ട് പലതും പറയിക്കാൻ സാധിച്ചു. അതേ സമയത്ത് മനസ്സിലുണ്ടോ ഉറപ്പിക്കാൻ കഴിയുന്നു? മനസ്സിന് മാനസികമായ അംഗീകാരമല്ലേ? ആ അംഗീകാരമില്ലാതെ ഒരാൾക്ക് മുസ്ലിമാകാൻ കഴിയില്ല. നമ്മൾ നിർബന്ധിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന പ്രസ്ഥാനമല്ല ഇസ്ലാം. അതുകൊണ്ട് തന്നെ പറയട്ടെ, പരിശുദ്ധ ഇസ്ലാം അതിൻ്റെ വിശ്വാസങ്ങൾ പവിത്രമാണ്. അതിനെ സംബന്ധിച്ച് അറിവില്ലാത്തവന് ചിലപ്പോൾ അതിൻ്റെ വിശ്വാസം സംബന്ധിച്ച് പുച്ഛം തോന്നിയേക്കാം. അതുപോലെ ഏത് മതത്തെ സംബന്ധിച്ചും ആർക്കും തോന്നിയേക്കാം. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നു. മതമൊന്നും ഇല്ലാത്തവന്റെ വിശ്വാസത്തെ സംബന്ധിച്ച് മതവിശ്വാസികൾക്ക് വളരെ പുച്ഛം തോന്നിയേക്കാം, സ്വാഭാവികമാണ്. പക്ഷേ ഏത് വിഷയവും ഏതൊരു വിശ്വാസിയും അവനവന്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കുമ്പോൾ തന്നെ മനുഷ്യൻ എന്ന നിലക്ക് മാനവികത ഇവിടെ ഇല്ലാതിരിക്കുമ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ഏതെങ്കിലും ഒരു മതവിശ്വാസി മാത്രമല്ല എന്നല്ല, മനുഷ്യൻ മാത്രമല്ല. ഞാനൊരു നാദാപുരത്തുകാരനാണ്. നാദാപുരം പേരോട് തന്നെ നാദാപുരത്തിൻ്റെ ഒരു ഭാഗമാണ്. എൻ്റെ ബാപ്പയും ഉമ്മയുമൊക്കെ ശ്മശാനത്തിൽ മറവ് ചെയ്യപ്പെട്ടത് നാദാപുരത്താണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നാദാപുരം സംഭവം എന്ന പേരിൽ ചില സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. പടച്ച റബ്ബ് അത്തരം സംഭവങ്ങൾ നാദാപുരം പരിസരങ്ങളിലും ഒരു പരിസരങ്ങളിലും ഇനിമേലിൽ ഇല്ലാത്ത വിധം
എല്ലാ സമുദായങ്ങൾക്കിടയിലും സർവ്വ പാർട്ടിക്കാർക്കിടയിലും സൗഹാർദ്ദവും സഹകരണവും സ്നേഹവും വളർത്തിത്തരുമാറാകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അതേസമയം നിങ്ങൾ ആലോചിക്കുക, നാദാപുരം സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം, ഞാൻ നാദാപുരത്ത് സിറാജുൽ ഹുദയുടെ കീഴിൽ നടത്തുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 2500 കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറിയും അതുപോലെ തന്നെ സയൻസ് കോളേജും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. എന്നാൽ അത് ഓല ഷെഡ് കെട്ടി തുടങ്ങിയ കാലഘട്ടത്തിലാണ് അവിടെ നാദാപുരം സംഭവം നടന്ന ഒരു സന്ദർഭം. അന്ന് ആ ഓല ഷെഡിന് തീ കൊടുക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ള ബെഞ്ചുകൾ കത്തിപ്പോയിട്ടുണ്ട്. വാസ്തവത്തിൽ അവിടെ പഠിക്കുന്ന ഒരു കുട്ടിയും ഒരു തെറ്റും ചെയ്തിരുന്നില്ല. അതിൻ്റെ ഭാരവാഹികളായ പ്രസിഡന്റ് കാന്തപുരം ഉസ്താദോ ജനറൽ സെക്രട്ടറിയായ ഞാനോ ഞങ്ങളുടെ സഹകാരികളോ ഒരു തെറ്റും ആരോടും ചെയ്തിരുന്നില്ല. പക്ഷേ നിരപരാധികളായ ഞങ്ങളുടെ ഷെഡും അതുപോലെ ബെഞ്ചും ഒക്കെ കത്തിക്കപ്പെട്ടിട്ടുണ്ട്. കുഴപ്പം നടക്കുമ്പോൾ അങ്ങനെയാണല്ലോ. കൂട്ടത്തിൽ പറയട്ടെ, ഞാൻ ആ ഷെഡ് കത്തിയത് കണ്ടപ്പോൾ, കുട്ടികൾ പഠിക്കാനിരിക്കുന്ന ബെഞ്ച് കത്തിയത് കണ്ടപ്പോൾ എനിക്ക് അത്ര വേദന തോന്നിയില്ല. കാരണം അത് നമുക്ക് പിന്നെയും നല്ല ജനങ്ങളിൽ നിന്ന് കളക്ഷൻ എടുത്തെങ്കിലും പരിഹരിക്കാൻ സാധിച്ചു. അതേസമയം എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചത് ആ സന്ദർഭത്തിൽ ഒരാലക്ക് തീ കൊടുത്തു. ആ ആലയിൽ നിന്ന് 4ഓളം പശുക്കൾ, ജീവികൾ അല്ലെങ്കിൽ ആടുകൾ, അങ്ങനെയുള്ള ജീവികൾ പച്ചയായി തീപ്പൊള്ളിയിട്ട് ബന്ധുപോയി. മനുഷ്യന്റെ മാനവികത തകരുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് മൃഗങ്ങളടക്കമാണ്. സുഹൃത്തുക്കളെ, നാം ആലോചിക്കണം. മാനവികത തകരുമ്പോഴുണ്ടാകുന്ന ഭവിഷ്യത്ത് അത് മനുഷ്യന് മാത്രമല്ല, എല്ലാ ജീവികൾക്കും അതിന് തകരാർ സംഭവിക്കും. കാരണം മനുഷ്യനാണ് ഉത്കൃഷ്ട ജീവി. മനുഷ്യന് വേണ്ടിയാണ് മറ്റുള്ള ജീവികൾ സൃഷ്ടിക്കപ്പെട്ടത്. മനുഷ്യന് വേണ്ടിയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. മനുഷ്യൻ വലഖദ് കറംനാ ബനി ആദം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മനുഷ്യ സമുദായത്തെ നാം ആദരിച്ചിരിക്കുന്നു. മനുഷ്യ സമുദായത്തിന് വലിയ ബഹുമാനമാണ്, ആദരവാണ്. അതിൻ്റെ തെളിവുകളിലേക്ക് ഞാനിപ്പോൾ വിശദമായി കടക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ജീവികളിൽ ചില ജീവികൾ, ആ ജീവികളുടെ മാംസം ചത്തുപോയാലും, ചത്തുപോവുക എന്ന് പറഞ്ഞാൽ സത്തുപോവുക, ആത്മാവ് പോവുക, അത് ചത്തുപോയാലും അറുക്കപ്പെട്ടാലും അനുവദനീയമല്ല, ഭക്ഷണമല്ല. ഉദാഹരണത്തിന് നായ, പൂച്ച, ഇങ്ങനെയുള്ള ജീവികൾ അറുത്തിട്ടും തിന്നാറില്ല, അറുക്കാതെയും തിന്നാറില്ല. ആ ജീവിയുടെ ബോഡി അത് ജീവൻ പോകുമ്പോൾ മാലിന്യമാണ്. അതേ സമയത്ത് പശു, ആട്, ഒട്ടകം തുടങ്ങിയ ജീവികൾ, അതിൻ്റെ ബോഡി അത് താനേ ജീവൻ പോയാൽ ഇസ്ലാമിക നിയമപ്രകാരം മാലിന്യമാണ്. അതേസമയം അതിനെ അറുത്താൽ അത് ആദരിക്കപ്പെടുന്ന ഭക്ഷണമാണ്. അത് ഭക്ഷണമാണ്. അറുത്താൽ ഭക്ഷണമാണ്. അറുത്താലേ ഭക്ഷണം ആവുള്ളൂ. അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയായ ഖലീലുല്ലാഹി ഇബ്രാഹിം, നബിയുല്ലാഹി ഇസ്മായിൽ, ഉമ്മാമയായ ബീബി ഹാജർ റളിയല്ലാഹു അൻഹ തുടങ്ങിയ മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് വർഷത്തിലൊരിക്കൽ, ആണ്ടിലൊരിക്കൽ നടക്കുന്ന അനുസ്മരണം ദുൽഹജ്ജ് 10, 11, 12, 13 4 ദിവസങ്ങളിൽ അവരെ അനുസ്മരിച്ച് ഭക്ഷണം കൊടുക്കാൻ ഇസ്ലാം നിർദ്ദേശിച്ചു. അത് ഒട്ടകത്തെ ജീവനോടെ കൊടുത്താൽ പറ്റില്ല, അതുപോലെ പോത്തിനെയോ ആട്ടിനെയോ ജീവനോടെ കൊടുത്താൽ പറ്റില്ല, അറുത്തു കൊടുക്കണമെന്ന്. കാരണം എന്നാലേ ഭക്ഷണമാവുള്ളൂ, ജീവനെ കൊടുത്താൽ ഭക്ഷണമാവില്ല. ഈ മഹാന്മാരെ അനുസ്മരിച്ച് ഭക്ഷണം കൊടുക്കണമെന്നാണ് നിയമം. അതുകൊണ്ട് അറുത്തു കൊടുക്കാൻ പറഞ്ഞു. അറുത്താൽ അത് ഭക്ഷണമാണ്. അതേസമയത്ത് താനേ ജീവൻ പോയാൽ അത് നജസാണ്, മാലിന്യമാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, മത്സ്യം, ജറാദ് എന്നീ 2 ജീവികൾ, അതിനെ അറുക്കേണ്ടതില്ല. അത് താനേ ജീവൻ പോയാൽ തന്നെ അത് ഭക്ഷണമാണ്. അതിനെ അങ്ങനെയാണ് പടച്ചവൻ സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കോഴിയുടെ പാക്കറ്റിൻ്റെ മേലെയും ആട്ടിൻ്റെ പാക്കറ്റിൻ്റെ മേലെയൊക്കെ ഇത് ഹലാൽ ചെയ്യപ്പെട്ടതാണ് എന്ന് എഴുതിയിരിക്കുന്നു. മത്സ്യത്തിൻ്റെ പാക്കറ്റിൻ്റെ മുകളിൽ അങ്ങനെ എഴുതിയിട്ടില്ല. എന്നാൽ പ്രത്യേകം അറുക്കേണ്ട ആവശ്യമില്ല.
ജീവൻ പോകാൻ സമയം ദീർഘിക്കുന്ന മത്സ്യമാണെങ്കിൽ അറുക്കൽ സുന്നത്താണെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാലും വുജൂബില്ല. അപ്പം മത്സ്യം ജീവൻ പോയാൽ തന്നെ അത് ഭക്ഷണമാണ്. പശുവും ആടും ഒട്ടകവും ഒക്കെ അറുത്താൽ ഭക്ഷണമാണ്, അല്ലാതെ ജീവൻ പോയാൽ മാലിന്യമാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇത് രണ്ടിലും പെട്ട ജീവിയല്ല മനുഷ്യൻ. അറുത്താലും അറുത്തില്ലെങ്കിലും ഭക്ഷണമാവില്ല, അറുക്കാൻ പാടില്ല. അറുത്താലും അറുത്തില്ലെങ്കിലും ജീവൻ പോയാൽ ഭക്ഷണമാവില്ല. അതേസമയം അത് മാലിന്യമല്ലതാനും. മനുഷ്യന്റെ ഡെഡ് ബോഡി നജസല്ല. പരിശുദ്ധ ഇസ്ലാം മനുഷ്യന് വലിയ മഹത്വം പഠിപ്പിച്ച മതമാണ്. അതാണ് വലഖദ് കറംനാ ബനി ആദം. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വിവരിച്ചു ആ ആയത്ത് കൊണ്ട് ഫത്ഹുൽ മുഈനിൽ കാണാം. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യ സമുദായത്തെ അള്ളാഹു പറയുന്നു നമ്മൾ ബഹുമാനിച്ചു, ആദരിച്ചു. ആ ആദരവ് കൊണ്ടാണ് മനുഷ്യന്റെ ഡെഡ് ബോഡി മാലിന്യമല്ല എന്ന് ലോകത്തെ ഇസ്ലാം പഠിപ്പിച്ചു. മനുഷ്യന്റെ എന്നാണ് ഞാൻ പറഞ്ഞത്, ഓർക്കണം. അവിടെ മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ല. മുസ്ലിമിന്റെ ഡെഡ് ബോഡിയും അമുസ്ലിമിന്റെ ഡെഡ് ബോഡിയും നജസല്ല, മാലിന്യമല്ല. ബോഡി ജീവൻ പോയാൽ മാലിന്യമാകുന്നില്ല. ബോഡി ജീവൻ പോയാൽ മാലിന്യമാകുന്നില്ല. അതിനെ ആദരിക്കണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. ഞാനീ പറയുന്നത് ഒരു പ്രവാചകന്റെ ബോഡിയെക്കുറിച്ചല്ല, അല്ലെങ്കിൽ അതുപോലെ ഒരു വലിയ മഹാന്റെ ബോഡിയെക്കുറിച്ച്, ഒരു സാധാരണ മനുഷ്യന്റെ ബോഡിയെക്കുറിച്ചാണ്. പ്രവാചകന്റെ ബോഡിയെക്കുറിച്ച് മറ്റും ഇൻഷാ അല്ലാഹ് ഞാൻ ലാസ്റ്റ് പറയാം. സഹോദരന്മാരെ, മഹാനായ പ്രവാചകന്റെ ബോഡിയല്ലേ, ഒരു സാധാരണ മനുഷ്യന്റെ ബോഡി. ആ ബോഡി ജീവൻ പോയാൽ ആദരിക്കപ്പെടണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഒരു യഹൂദിയുടെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അവിടുത്തെ ശിഷ്യന്മാർ ചോദിച്ചു, നബിയെ, അത് യഹൂദിയുടെ ഡെഡ് ബോഡിയല്ലേ? യഹൂദി എന്ന് പറഞ്ഞാൽ ഞാൻ പറയണ്ടല്ലോ, പറയുമ്പോൾ തന്നെ തിരിയുന്നുണ്ടല്ലോ, എന്താ സാധനം അല്ലേ? യാതൊരു കാരുണ്യവും മനുഷ്യ സമൂഹത്തോട് കാണിക്കാതെ മനുഷ്യരെ അരിഞ്ഞു വീഴ്ത്തുന്നതിൽ ഒരു പ്രയാസവും തോന്നാത്ത ഒരുപാട് ഭീകരന്മാർ ജീവിക്കുന്ന ഒരു സമൂഹമാണ് യഹൂദികൾ. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തും അങ്ങനെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്, അല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൽക്കാരമൊരുക്കിയിട്ട് ആ സൽക്കാരത്തിൽ കൊടുക്കുന്ന ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തവരാണ് യഹൂദികൾ. നിങ്ങൾ ഓർക്കണം, ഏത് നേതാവ് ആ യഹൂദികൾ അവിടുത്തെ രാഷ്ട്രത്തിൽ സുരക്ഷിതരായി ജീവിക്കുകയാണ്, അവിടുന്ന് ഭരിക്കുന്ന രാഷ്ട്രത്തിൽ. ആ പൗരന്മാർ ക്ഷണിച്ചാൽ രാഷ്ട്രത്തലവൻ എന്ന നിലക്ക് ഞാൻ എൻ്റെ സമുദായത്തിൽപ്പെട്ടവരുടെ ക്ഷണം മാത്രം സ്വീകരിക്കുകയും മറ്റ് സമുദായത്തിലുള്ളവരുടെ ക്ഷണം സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ അതൊരു മാനവികതയുടെ പരിപൂർണതയല്ലല്ലോ എന്ന നിലക്ക് പൂർണ്ണമായ മാനവികത പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദിയുടെ ക്ഷണം സ്വീകരിച്ച് യഹൂദിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ. ആ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുക്കുകയാണ് യഹൂദികൾ. പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനല്ലാത്തതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് യഹൂദികളെ വിളിച്ച് ചോദിച്ചു, ഓ യഹൂദികളെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? അവർ പറഞ്ഞു പറയൂന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഇയാൾ അച്ഛൻ്റെ പേരെന്താണ്? ഒരാളെ വാപ്പാൻ്റെ പേര് ആദ്യം ചോദിച്ചു. അപ്പോൾ അവർ പേര് മാറ്റി പറഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ ഹെൽമെറ്റ് ധരിക്കാതെ ഈ സൈക്കിളിൽ പോകുന്ന കുട്ടികളെ പോലീസുകാർ പിടിച്ചിട്ട്, അല്ലെ ലൈസൻസ് ഇല്ലാത്ത കുട്ടികളെ പിടിച്ച് പേര് ചോദിക്കുമ്പോൾ പേര് മാറ്റി പറഞ്ഞു കൊടുക്കാറുണ്ട്. ലൈസൻസ് ഉള്ള ഒരാളെ പേര് പറഞ്ഞു കൊടുക്കുക, പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ അയാൾ പോയാൽ മതിയല്ലോ. അതുമാതിരി ഈ യഹൂദികൾ എന്ത് ചെയ്തു? പേര് മാറ്റി പറഞ്ഞു കൊടുത്തു. പേര് മാറ്റി പറഞ്ഞു കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കദബത്തും, നിങ്ങൾ പറഞ്ഞ കളവാണ്. അയാളെ അച്ഛൻ്റെ പേര് അതല്ല എന്ന് പറഞ്ഞ അച്ഛൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. കാരണം അത് സാധാരണ മനുഷ്യനല്ല. അല്ലമക്ക മാലം തക്കും തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. അങ്ങേക്ക് ആവശ്യമുള്ള മുഴുവൻ വിഷയങ്ങളും അള്ളാഹു പഠിപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞതാ. അവിടത്തേക്ക് അള്ളാഹു തആല എന്ന ബഹുമാനം അത് മഹത്തരമാണ് നബിയെ. സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്നതിലൊക്കെ അപ്പുറം. അത് ഇൻഷാ അല്ലാഹ് ഞാൻ ലാസ്റ്റിൻ്റെ അത് പറഞ്ഞോളാം. ഇപ്പം ഞാൻ മാനവികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം സംസാരിക്കട്ടെ. സുഹൃത്തുക്കളെ, അപ്പം നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ ഭക്ഷണത്തിൽ അവിടുന്ന് ചോദിച്ചു, എൻ്റെ ഭക്ഷണത്തിൽ നിങ്ങൾ വിഷം ചേർത്തിട്ടുണ്ട്, ഇനി നിങ്ങൾ നേര് പറയുമോ, ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആദ്യം നേര് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുമെന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം ചോദിച്ചു, അല്ല എൻ്റെ ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടില്ലേ നിങ്ങൾ ചോദിച്ചു. അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, അതെ ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു നിങ്ങളുടെ ഒരു സഹാബി, അവിടുത്തെ ശിഷ്യൻ ചോദിച്ചു, അലാ അഖ്തുലുഹാ,
ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാ. ഞാൻ അവളെ വധിച്ചു കളയട്ടെ നബിയെ, തങ്ങളെ ചതിച്ചു കൊണ്ടുവന്ന് ഭക്ഷണം തന്നിട്ട് അതിൽ വിഷം ചേർത്ത കമ്പനിയല്ലേ, ഞാൻ അവളെ വധിച്ചു കളയട്ടെ എന്ന് ചോദിച്ചു. ഒട്ടാകെ ബോംബ് വെക്കട്ടെ എന്നല്ലേ ചോദിച്ചു, അവളെ മാത്രം, വിഷം ചേർത്ത പെണ്ണിനെ മാത്രം വധിച്ചു കളയട്ടെ എന്ന് ചോദിച്ചു. അല്ല അഖ്തുലുഹ, അവിടുന്ന് പറഞ്ഞ മറുപടി ഖാലല്ല, അവളെ വധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അവളെ വധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, വധിക്കാൻ അനുവദിച്ചില്ല. അതെന്താ കാരണം? ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയാണ് സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഇർശാദു സാരിയിൽ, ലിഅന്നഹു ലാ യന്തഖിമു ലിനഫ്സിഹി, അവിടുത്തെ സ്വന്തം ശരീരത്തെ ആരെന്ത് ചെയ്താലും അതിന് പകരം ചെയ്യുന്ന പരിപാടിയില്ല. അങ്ങനെ ഒരു നേതാവിനെ ലോകം വേറെ കണ്ടിട്ടില്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ പൗരന്മാരെയും തൃപ്തിപ്പെടുത്തി രാജ്യം ഭരിച്ച ഭരണാധികാരി. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സുഹൃത്തുക്കളെ, അവിടുത്തേക്ക് എന്തെല്ലാം പ്രയാസങ്ങളാണ് പലരും വലിച്ചു കൊണ്ടുവന്ന് പ്രയാസപ്പെടുത്തിയത്. പക്ഷേ അവിടുന്ന് ഏറ്റവും ഉന്നതമായ മാനവികത, മനുഷ്യ സമൂഹത്തിന് മുഴുവനും മാനവികത പഠിപ്പിച്ചു. ആ മാനവികത പഠിപ്പിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞ അധ്യായങ്ങൾ നിങ്ങൾ നോക്കൂ. ഒരു പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ടതിന്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തിൽ കടന്നുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രസംഗം കേൾക്കുന്ന സഹോദരിമാർ ചിന്തിക്കണം. പൂച്ച അത് ഒരു അർത്താൽ തിന്നാൻ പറ്റാത്തൊരു ജീവിയാണ്. സുബ്ഹാനല്ലാഹ്, അതിൻ്റെ ശരീരത്തിൽ വരുന്ന പാല് അത് ഒരു മിൽമക്കാരനും ഒരു ഡയറിയിലും കൊണ്ടുവെക്കാറുമില്ല. പൂച്ചൻ്റെ പാല് വാസ്തവത്തിൽ പൂച്ചയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന, അതിൻ്റെ ബോഡിയിൽ നിന്ന് വരുന്ന ഒരു, വേണമെങ്കിൽ അതിന് ബോഡി വേസ്റ്റ് എന്ന് പറയാം, പൂച്ചയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന പാല്. പക്ഷേ എല്ലാ ബോഡി വേസ്റ്റും ഒരുപോലെയല്ല കേട്ടോ. പശുവിൻ്റെ ബോഡിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് പൂച്ചൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന വേസ്റ്റ് പോലെയല്ല. അത് നമ്മൾ കുടിക്കുന്നതാ. എല്ലാ ബോഡി വേസ്റ്റും ഒരുപോലെയല്ല. അത് ഇൻഷാ അല്ലാഹ് ഞാൻ ലാസ്റ്റ് പറയാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകത്തിൽ കടന്നു എന്ന് പറഞ്ഞു. എന്തിനാ പറഞ്ഞത്? നമുക്ക് പാല് കറക്കാനും പറ്റില്ല, അറുത്ത് തിന്നാനും പറ്റില്ല, എന്നാലും ആ ജീവിയെ ദ്രോഹിച്ച വകയിൽ ഒരാൾ നരകത്ത് കടന്നു. മാനവികത പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടി ഞാൻ അവിടെ പറയാം, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് ഇങ്ങനെ തിരിക്കും. ഒന്നുകൂടി ഞാൻ പറയാം. ഒരു നായക്ക് വെള്ളം കൊടുത്തു ഒരാൾ. നായക്ക് അത് നനവുള്ള സ്ഥലം നക്കുന്നത് കണ്ടപ്പോൾ ദാഹിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടു. വെള്ളം കോരിയെടുക്കാൻ ബക്കറ്റും കയറും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം കിണറ്റിലിറങ്ങിയിട്ട് സ്വന്തം ഷൂ അഴിച്ചെടുത്തിട്ട് ആ ഷൂവിൽ വെള്ളം കോരി. ആ ഷൂ പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചിട്ട് കിണറ്റിൻ്റെ മേലെ കയറി വന്നു. എന്നിട്ട് വെള്ളം കൊടുത്തു. അതിനാൽ ആ വ്യക്തിയുടെ പാപം പൊറുക്കപ്പെട്ടു പോയി. അദ്ദേഹം സ്വർഗാവകാശിയായി. മുഹമ്മദുർ റസൂലുള്ളാഹി. ഉന്നതമായ മാനവികത. നായക്ക് വെള്ളം കൊടുക്കണം, പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ടൂടാ. പാറക്കടവിൽ ഞാൻ ഒരു 5-10 ദിവസം മുമ്പ് നാദാപുരം